നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹരിതേ, ഏട്ടത്തി പറഞ്ഞതിലും കാര്യമുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനം വേണ്ട, കൊടുക്കണ്ട. ഹരിത പോയി. ചായ ചായ. അച്ഛമ്മേ, അർഹതയില്ലാത്തവർക്ക് അംഗീകാരം കിട്ടിയെന്ന പുതിയ ആരോപണം. മോളെ, വന്ദനയുടെ പേരിൽ ആരോപണങ്ങൾ പലതും ഇല്ലേ? ഇനി അനിയത്തി വർഷയ്ക്കും ഇരിക്കട്ടെ ഒരാരോപണം. മോളെ, ആരോപണം എന്ന വാക്കിലെ പണം, അതാണ് എല്ലാവർക്കും പ്രശ്നം. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനേ. മനോജ്, നിന്റെ ഏട്ടത്തിയുടെ അച്ഛമ്മയുടെ രീതികളൊന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല. അവരുടെ താളത്തിനൊത്ത് തുള്ളാനൊന്നും എന്നെ കിട്ടില്ല. എന്റെ ഹരിമോളെ ആരും താളം തുള്ളിക്കുന്ന എനിക്കും ഇഷ്ടമല്ല. ഞാൻ അതിന് കൂട്ടു നിൽക്കുകയില്ല. എന്നാലും വർഷ ഒരു പാവമാണ് ഹരിത. സമ്മാനോ പണോ പ്രശസ്തിയോ ഒന്നും അവൾ ആഗ്രഹിക്കുന്നില്ല. സ്വാർത്ഥതയില്ലാത്ത സാമൂഹ്യ സേവന അവക്കിഷ്ടം. അതിന് ദൈവം വെച്ച് നീട്ടുന്ന സമ്മാനം അവക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ദൈവം കൊടുക്കുന്ന സമ്മാനത്തിന്റെ കൂടെ നമ്മളും ഒരു സമ്മാനം കൊടുത്താ പുണ്യല്ലേ മോളെ? അങ്ങനെയുള്ള പുണ്യത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വർഷ പഠിച്ച റാങ്ക് വാങ്ങി വരട്ടെ, എന്റെ വകയായിട്ട് മികച്ചൊരു സമ്മാനം തന്നെ കൊടുത്തേക്കാം. അല്ലാതെ ഇങ്ങനെയുള്ള ഉടായ്പ കാര്യങ്ങൾക്കൊന്നും ഞാൻ ഒരു വിലയും കൊടുക്കുന്നില്ല. ഒരു സാമൂഹ്യ പ്രവർത്തനം. ആദ്യം വർഷയ്ക്ക് സമ്മാനം കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. പക്ഷെ നിന്റെ അച്ഛമ്മ പറഞ്ഞതുകൊണ്ടാ വേണ്ടാന്ന് വെച്ചത്. ആ സ്ത്രീക്ക് പക്ഷാഭേദമുണ്ട്. വന്ദനയോടും സുചിത്രയോടും വർഷയോടും ഒക്കെ ആ തൊള്ളയ്ക്ക് മുടിഞ്ഞ സ്നേഹം. നമ്മളോടൊക്കെ തികഞ്ഞ വെറുപ്പും പുച്ഛവും മാത്രം. അതെ, നീ പറഞ്ഞത് വളരെ ശരിയാ. എന്നാ ആ കിളവിയുടെ വാക്കം കേട്ടോണ്ട് വർഷയ്ക്ക് സമ്മാനം കൊടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞതും 100% ശരിയാണെന്ന് കൂട്ടിക്കോ. അങ്ങോട്ട് ഒരർത്ഥത്തിൽ ഹരിത പറഞ്ഞതും ശരിയാ. ഹരിതേ മോളെ. ഓ, കണക്കൊന്നും ശരിയാവണല്ലോ. ഓ, അവിടെ കൊടുത്ത പൈസ. ഓക്കെ, ഇത് കൂട്ടുന്നത് ലാഭത്തിന്റെ കണക്കാണോ അതോ നഷ്ടത്തിന്റെ കണക്കോ? സംശയം എന്ത്? നഷ്ടത്തിന്റെ കണക്ക് തന്നെ. വർഷയ്ക്കൊരു സമ്മാനം വാങ്ങിച്ചു കൊടുത്താലുണ്ടാവുന്ന നഷ്ടത്തിന്റെ കണക്കാ കൂട്ടി നോക്കുന്നത്. സ്വന്തം സഹോദരി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു 100 രൂപ മുടക്കുന്നത് നഷ്ടമാണോ? ഒരു 100 രൂപ വെറുതെ ഉണ്ടാവോ? ഇല്ലല്ലോ. പോട്ടെ, ഒരു 10 രൂപ വെറുതെ കിട്ടും. നിനക്കേ പണത്തിന്റെ വില അറിയില്ല. സുചിത്രേ, നമുക്കൊരു ആവശ്യം ഉണ്ടാവുമ്പോ ഈ പറഞ്ഞ സഹോദരിമാരൊന്നും തിരിഞ്ഞു നോക്കില്ല. അപ്പോഴേ നീ പണത്തിന്റെ വില അറിയൂ. സമ്മാനങ്ങൾ എത്ര വേണമെങ്കിലും ദാ ഇങ്ങനെ കൈനീട്ടി ഇങ്ങോട്ട് വാങ്ങാം. പക്ഷേ പണം മുടക്കി സമ്മാനം അങ്ങോട്ട് വാങ്ങി കൊടുക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അതെ, ഞാനൊരു മണ്ടനല്ല. ഇപ്പൊ മണ്ടനാകാനും ഉദ്ദേശമില്ല. അത് കാലം തെളിയിക്കും. അവനവനൊരാവശ്യം വരുമ്പോ തിരിഞ്ഞു നോക്കാൻ ആരും കാണില്ല. അപ്പോഴേ പരസ്പര സ്നേഹത്തിന്റെ വില നിങ്ങളും പഠിക്കൂ. സഹജീവി സ്നേഹം, അതൊക്കെ ഓരോ മണ്ട ശിരോമണികൾ പടച്ചുവിടുന്ന വാക്കുകളല്ലേ. പണം കയ്യിലുണ്ടോ, എത്ര സഹജീവികൾ വേണമെങ്കിലും പിന്നാലെ വരും. ഇല്ലെങ്കിലേ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് വർഷയ്ക്ക് സമ്മാനം വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം ഓർമ്മിപ്പിക്കാൻ മെനക്കെടണമെന്നില്ല എന്നർത്ഥം. ഈ മനുഷ്യനെ തിരുത്താൻ ആർക്കും കഴിയില്ല. ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. എന്താ മോളെ ഇത്?
നിന്റെ ഭർത്താവ് കുടിച്ചിട്ട് നാലുകാലെ വന്ന് പണമൊന്നും നശിപ്പിച്ചു കളയുന്നില്ലല്ലോ. ഹ, സമ്പാദിക്കല്ലേ. അങ്ങനെയുള്ള ഭർത്താവിനെ പ്രാകാൻ പാടില്ല. എന്താ വന്ദന കവറില്? പുതിയ ഡ്രസ്സാ. വർഷയ്ക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ്. നന്നായി വന്ദന. കോളേജിൽ നിന്ന് സമ്മാനം കൊണ്ടുവരുന്നതിന് മുൻപേ നിന്റെ സമ്മാനം തന്നെ വീട്ടിലെത്തിയല്ലോ. വളരെ സന്തോഷായി. ഇവിടെ 10 ചക്രം കയ്യിലുള്ളത് പ്രകാശനും ഹരിതയ്ക്കുവാ. വർഷയ്ക്ക് സമ്മാനം ഒന്നും കൊടുക്കണ്ടെന്ന് അവര് തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെന്താ മോളെ സമ്മാനം കൊടുക്കണമെന്ന് നിനക്ക് തോന്നിയേ? എന്റെ ദുഃഖത്തിലും ദുരിതത്തിലും എന്നെക്കാളും തീ തിന്നുന്നത് വർഷമോളാ. രാത്രി പലപ്പോഴും ഞെട്ടി ഉണരുമ്പോ ഉറങ്ങാതെ എന്നെ കെട്ടിപ്പിടിച്ച് കണ്ണീരൊഴുക്കുന്ന വർഷയെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വഴിപാട് നേരെയൊക്കെ ചെയ്യുന്ന വർഷയെ എത്ര നാളായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് വേണ്ടത് അവളുടെ ചങ്കാണെങ്കിൽ അതും അവള് പറിച്ചു തരും. ചിരിച്ചും കളിച്ചും നടക്കേണ്ട പ്രായത്തില് ചേച്ചിക്ക് വേണ്ടി ഉള്ളൊരുക്കി നടക്കുന്ന ഒരു അനുജത്തി ആർക്കാ ഉള്ളത്? എവിടെയുള്ളത്? അവൾക്കൊരു ചെറിയ സമ്മാനമെങ്കിലും ഞാൻ കൊടുക്കണ്ടേ അച്ഛമ്മേ? എനിക്കറിയാം എന്റെ മോളെ, നീ ജീവിക്കുന്നത് ദിയമോക്ക് വേണ്ടിയാണെങ്കിൽ വർഷമോള് ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാ. അവള് നന്മയുള്ളവളാ. വർഷയുടെ സഹോദര സ്നേഹം കണ്ട് ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. വർഷയ്ക്ക് ആരൊക്കെ എന്തൊക്കെ സമ്മാനം കൊടുത്താലും അവൾ ഏറ്റവും വില കൽപ്പിക്കുന്നത് നിന്റെ ഈ സമ്മാനത്തിന് തന്നെ ആയിരിക്കും. അമ്മേ അമ്മേ അമ്മ വർഷ എനിക്ക് സമ്മാനം വാങ്ങിയത് സൂപ്പർ. എനിക്ക് സമ്മാനം ഒന്നും വാങ്ങിയില്ലേ? എന്താ അമ്മേ ദിയക്കുട്ടിക്ക് സമ്മാനം ഒന്നും വാങ്ങാത്തത്? മോൾക്ക് എത്ര സമ്മാനം വേണമെങ്കിലും അമ്മ വാങ്ങി തരുമല്ലോ. പക്ഷെ ഈ സമ്മാനം വർഷാണ്ടിക്കാം. എന്താ മോള് പിണങ്ങിയോ? വർഷ എനിക്ക് സമ്മാനം വാങ്ങിയത് എനിക്കും കൂടി ഉള്ളതല്ലേ. എനിക്കൊരു പിണക്കവും ഇല്ല. എന്റെ ഈശ്വരാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.